നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ പീഡിപ്പിച്ച കേസിൽ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വത്സനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തേക്ക് മണ്ണാർക്കാട് SC/ST കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. ലോകകപ്പിന് ശേഷം പടിയിറങ്ങുന്ന മെസ്സിക്ക് കോങ്ങാട് അർജന്റീന ആരാധകരുടെ കൂറ്റൻ ഫ്ലക്സ്. 160 അടി നീളമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലക്സ് എന്ന മെസ്സി ആരാധകർ. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി കോങ്ങാട് നിന്നും യുവാവിനെ കഞ്ചാവുമായി പോലീസ് പിടികൂടി. പോലീസ് പിടിയിലായത് കോങ്ങാട് കല്ലുവെട്ട് കുഴി വീട്ടിൽ നാസറിന്റെ മകൻ ഷിബിൽ. കോട്ടായിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയെ അമ്പലക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടുമുടിപ്പടി രാമൻകുട്ടിയുടെ മകൻ 30 വയസ്സുള്ള സുരേഷാണ് മുങ്ങി മരിച്ചത്. ഭീതിയുടെ പ്രതീതി സമ്മാനിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും അപ്പാടെ വ്യത്യസ്തമായി സെമിത്തേരി ഒരുക്കി തൃശ്ശൂരിലെ ക്രൈസ്തവ ദേവാലയം. സ്ഥലപരിമിതിക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിൽ വല്ലക്കുണ്ട് സെന്റ് അൽഫോൺസ് ദേവാലയത്തിലാണ് 2 നില കെട്ടിടത്തിൽ സെൽ മോഡലിൽ കല്ലറകൾ ഒരുക്കിയത്. വാർത്തകൾ വിശദമായി. ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ പീഡിപ്പിച്ച കേസിൽ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വത്സനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തേക്കാണ് പ്രശോഭിനെ മണ്ണാർക്കാട് SC/ST കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രശോഭുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. പ്രശോഭിന്റെ വീട്, പീഡനം നടന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെയുള്ള തെളിവെടുപ്പ് നടത്താനാണ് നീക്കം. ഹൈക്കോടതി ജാമ്യം തള്ളിയതിന് പിന്നാലെയായിരുന്നു പ്രശോഭ് വത്സൻ പോലീസിൽ കീഴടങ്ങിയത്. ദളിത് യുവതിയെ ജോലി വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം സൗഹൃദം ധരിച്ച് താമസ സ്ഥലത്തേക്കും അതിക്രമിച്ചു കയറി പ്രശോഭ് ലൈംഗികരമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു മുഖ്യമന്ത്രിക്ക് അതിജീവിതം നൽകിയ പരാതി. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് ടൗൺ സൗത്ത് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസെടുത്തതിന് പിന്നാലെ പ്രശോഭ് വത്സൻ ഒളിവിൽ പോകുകയായിരുന്നു. മാസത്തോളം പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ പിടികിട്ടാനായിരുന്നില്ല. തുടർന്നാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നതും പ്രശോഭ് വത്സൻ കീഴടങ്ങുന്നതും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലോകകപ്പ് ആവേശം മൂക്കുന്നതിനിടെ കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലക്സുമായി കോങ്ങാട് അർജന്റീന ഫാൻസ്. ഈ ലോകകപ്പിന് ശേഷം മെസ്സി പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് അർജന്റീന ആരാധകരുടെ സമ്മാനമാണ് 160 അടി നീളമുള്ള ഫ്ലക്സ് എന്നാണ് ആരാധകരുടെ മറുപടി. കളിക്കളത്തിലെ സിംഹരാജാവിന് ഞങ്ങൾ കൈയടിക്കും, കപ്പടിക്കുമ്പോൾ ആർപ്പ് വിളിക്കും. മറിച്ചാണെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെ സന്തോഷത്തോടെ യാത്രയാക്കും. ഇനി ആരൊക്കെ വന്നാലും കാൽപന്തിൻ്റെ ലോകത്ത് ഞങ്ങളുടെ ഹീറോ മെസ്സി മാത്രം. ഇതാണ് കോങ്ങാട് അർജന്റീന ആരാധകരുടെ മറുപടി. ഫ്രണ്ട്സ് ക്ലബ്ബും നാട്ടുകാരിൽ ചിലരും ചേർന്ന് 80-ലധികം പേരുടെ കൂട്ടായ്മയിലാണ് ഫ്ലക്സ് ഒരുക്കിയിട്ടുള്ളത്. സീഡ് ഫാമിന് സമീപം പ്രധാന പാതയിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് കണ്ട് വാഹനങ്ങൾ റോഡരികിൽ നിർത്തും. ചിലരൊക്കെ മുന്നിൽ നിന്ന് സെൽഫി എടുക്കും. പ്രതിരോധ നിര കാക്കാൻ വമ്പന്മാരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും ഏഞ്ചൽ ഡി മറിയ ഇത്തവണ കളിക്കളത്തിലില്ലാത്തതിൻ്റെ സങ്കടത്തിലുമാണ് ആരാധകർ. ഡി മറിയയുടെ ചിത്രവും ഫ്ലക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ലോകകപ്പിന് 140 അടി നീളമുള്ള ഫ്ലക്സ് ആയിരുന്നു ഒരുക്കിയിരുന്നത്. ഇത്തവണ 60,000 രൂപ വരെ ഫ്ലക്സ് ഒരുക്കുന്നതിന് ചിലവായി. വിദേശത്തു നിന്നുള്ള സുഹൃത്തുക്കളും സഹായിച്ചു. മഴ കനത്തോടെ ഫ്ലക്സിന് കൂടുതൽ സുരക്ഷ നൽകാനുള്ള ശ്രമത്തിലായിരുന്നു ഒപ്പമുള്ള ഷമീദ്, മുബഷീർ, ഷാനിദ്, അക്ബർ, സുനൂബ് തുടങ്ങിയവർ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോങ്ങാട് പോലീസ് നടത്തിയ പരിശോധനയിൽ കോങ്ങാട് നിന്ന് കഞ്ചാവുമായി യുവാവ് പിടിയിലായി. കോങ്ങാട് കല്ലുവെട്ട് കുഴി വീട്ടിൽ നാസറിന്റെ മകൻ 23 വയസ്സുള്ള ഷിബിലാണ് പിടിയിലായത്. കോട്ടായിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ യുവാവിനെ അമ്പലക്കുളത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടായി ശാസ്താപുരം കൊടുമുടിപ്പടി രാമൻകുട്ടിയുടെ മകൻ 30 വയസ്സുള്ള സുരേഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച രാവിലെ കുളിക്കാൻ വന്നവർ കുളക്കരയിൽ ഷർട്ട്, മുണ്ട്, ഫോൺ കണ്ടതിനെ തുടർന്ന് അന്വേഷണത്തിൽ സുരേഷിൻ്റെതാണെന്ന് മനസ്സിലായി. ഉടനെ കോട്ടായി പോലീസിനെയും അഗ്നിരക്ഷാസേനയെയും വിവരമറിയിച്ചു. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ മൃതദേഹം കണ്ടെടുത്തു. കുളിക്കാനിറങ്ങി തെന്നി അബദ്ധത്തിൽ വീണതാവാമെന്നാണ് കരുതുന്നത്. ചൊവ്വാഴ്ച രാത്രി മുതൽ സുരേഷിനെ കാണാതായതായി വീട്ടുകാർ പോലീസിനോട് പറഞ്ഞു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ സുരേഷ് പണിക്കിടെ കാലിൽ മുറിവ് പറ്റിയതിനാൽ ഒരാഴ്ചയായി പണിക്ക് പോകുന്നില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഭീതിയുടെ പ്രതീതി സമ്മാനിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും അപ്പാടെ വ്യത്യസ്തമായി സെമിത്തേരി നിർമ്മിച്ചിരിക്കുകയാണ് തൃശ്ശൂരിലെ ക്രൈസ്തവ ദേവാലയം. പുതിയ കാലത്തെ സ്ഥലപരിമിതിക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമെന്നോണം ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിലെ വല്ലക്കുണ്ട് സെന്റ് അൽഫോൺസ് ദേവാലയത്തിലാണ് 2 നില കെട്ടിടത്തിൽ സെൽ മോഡലിൽ കല്ലറകൾ ഒരുക്കിയിരിക്കുന്നത്. കണ്ടാലൊരു പാരിഷ് ഹാൾ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാൾ എന്ന് പുറത്തു നിന്നും നോക്കുമ്പോൾ തോന്നുമെങ്കിലും അകത്തേക്ക് കയറിയാൽ 2 നിലകളിലായി 6000 ചതുരശ്ര അടിയിൽ 388 കല്ലറകളാണ് ഒരുക്കിയിരിക്കുന്നത്. 3 കോടി രൂപ ഇടവക ജനങ്ങൾ പിരിച്ചെടുത്തുകൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ചൂടും മഴയും തുടങ്ങിയ കാലാവസ്ഥ എന്തുതന്നെയായാലും സംസ്കാര ചടങ്ങിൽ എല്ലാവർക്കും 2 നിലകളിലായി നിന്നുകൊണ്ട് പങ്കുചേരാനാകും.
നിലവിൽ കേരളത്തിൻ്റെ വിവിധ പള്ളികളിൽ സെമിത്തേരിയിൽ ഏതാനും സെൽ കല്ലറകൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഒരു കെട്ടിടം പണിതുകൊണ്ട് അതിനുള്ളിൽ കല്ലറകൾ ഒരുക്കുന്നത് ആദ്യമായാണ്. പഴയകാല തുറന്ന സെമിത്തേരികളുടെ സമീപത്തെ താമസക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും പുതിയ സെമിത്തേരികളിലൂടെ ഇല്ലാതാകും. നാളിതുവരെ വല്ലക്കുന്ന് ഇടവകയ്ക്ക് സ്വന്തമായി സെമിത്തേരി ഇല്ലാത്തതിനാൽ തൊട്ടടുത്ത പള്ളിയിലായിരുന്നു മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നത്. ഈ സാഹചര്യത്തിൽ 2018 സെൽ സെമിത്തേരിയുടെ നിർമ്മാണ ആശയം ഇടവക അംഗങ്ങൾക്കിടയിൽ രൂപപ്പെടുന്നത്. ഇരിഞ്ഞാലക്കുട രൂപതയിലെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് വല്ലക്കുന്ന് സെന്റ് അൽഫോൺസ ദേവാലയം. ഇവിടെ ഈ ദിവസങ്ങളിൽ ഒരു പ്രത്യേകത, ഇവിടെ ഒരു വളരെ മനോഹരമായൊരു സിമിട്രി രൂപീകരിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യേകതയായിട്ട് പറയുക, ഏകദേശം 388ഓളം കല്ലറകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ക്രൈസ്തവ ദർശനം, മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്നുള്ള ക്രൈസ്തവ ദർശനത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിമിട്രി ഇവിടെ രൂപീകൃതമായത്. 2008 ഈ ഇടവക രൂപീകൃതമാകുന്നത്. ആ സമയത്ത് ഇവിടെ സിമിത്തേരി ഇല്ല. അതിനുശേഷം ഇവരുടെ അധ്വാനം അതുപോലെ തന്നെ പ്രാർത്ഥനയും വഴിയാണ്, എല്ലാം അനുവാദത്തോടു കൂടിയൊക്കെയാണ് പേപ്പർ വർക്കുകളൊക്കെ ചെയ്ത് വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് ഈ സിമിട്രി നമുക്ക് അനുവദിച്ച് കിട്ടിയത്. 2018 സെൽ സെമിത്തേരിയുടെ നിർമ്മാണ ആശയം ഇടവക അംഗങ്ങൾക്കിടയിൽ രൂപപ്പെടുന്നത്. കഴിഞ്ഞ 1.5 വർഷം മുൻപാണ് നിർമ്മാണം ആരംഭിച്ചത്. പുതിയ സെമിത്തേരി ഉദ്ഘാടനം ചെയ്തതോടെ അടുത്തിടെ മരണപ്പെട്ട 30 പേരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇവിടെ എത്തിച്ച് സെല്ലുകളിൽ സംസ്കരിച്ചിട്ടുണ്ട്. ഇവ ദ്രവിക്കുന്ന മുറയ്ക്ക് സെല്ലുകളുടെ പിന്നിലെ അസ്ഥിക്കുഴിയിലേക്ക് നിക്ഷേപിക്കപ്പെടുകയും പുതിയ ആളുകളെ ആ സെല്ലിൽ സംസ്കരിക്കാനും സാധിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേന്ദ്ര സർക്കാരിനെതിരെ SCFW ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ പ്രതിഷേധം. പെട്രോൾ, ഡീസൽ, പാചകവാതക, പെട്രോൾ വില വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രകടനവും തുടർന്ന് പ്രതിഷേധ യോഗവും നടത്തി. സീനിയർ സിറ്റിസൺ വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം. പെട്രോൾ, ഡീസൽ, പാചകവാതക, CNG വില വർധനവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. തുടർന്ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധ യോഗം ലൈബ്രറി കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി C. വിജയൻ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് ഇന്ത്യൻ മുതലാളിത്തത്തിന് ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന നയസമീപനങ്ങളാണ് ഇന്ത്യ രാജ്യം ഭരിച്ച ഭരണാധികാരികൾ ഇരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാലം കടന്നുപോയപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഇന്നത്തെ സ്ഥിതി എന്താ? ഇന്ത്യ വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കളല്ലാത്തവർ ഇന്ത്യ രാജ്യത്ത് നിന്ന് പോകണം. ഏത് വസ്ത്രം ധരിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം. SCFW ഷൊർണൂർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് MK രാമേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ND ദിൻഷാദ്, K ചന്ദ്രൻ, ലോഹിതാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോങ്ങാട് പഞ്ചായത്തിൽ മെമ്പേഴ്സ് കെയറിൻ്റെ നേതൃത്വത്തിൽ സ്നേഹാദരം സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ 2, 5, 14, 15 വാർഡുകളിൽ നിന്നും SSLC, +2, LSS, USS, NMMS വിജയികളെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ CK ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. CN ശിവദാസൻ, CB ഹംസ, ശോഭ വാസുദേവൻ, TK പ്രഭാകരൻ, KS സുന്ദരേശൻ, KR ചാത്തു, TU മുരളീകൃഷ്ണൻ, CA കൃഷ്ണകുമാർ, TC സന്തോഷ്, AC പൊന്നുകുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മെമ്പറെ, ഞങ്ങൾക്കൊരു കാര്യമുണ്ട്, നിറവേറ്റി തരുമോ? മങ്കര പഞ്ചായത്തിലെ കുനിയമ്പാട മെമ്പറായ ആസിയ ഹമീദിനോട് ആവശ്യമായി കുട്ടികളെത്തിയത്. തങ്ങൾക്ക് കളിക്കാൻ ഒരു ഫുട്ബോൾ വേണമെന്നായിരുന്നു കുട്ടികളുടെ ആവശ്യം. ഞാൻ മെമ്പറായതിന് ശേഷം ആദ്യമായിട്ട് എന്നോട് നമ്മുടെ കുനിയമ്പാടത്തെ പിള്ളേർ ഒരു ആവശ്യം പറഞ്ഞതാണ്, ദാദാ ഞങ്ങൾക്കൊരു സാധനം വാങ്ങി തരുമോ ചോദിച്ചു. അപ്പം ഞാൻ എന്താ മോനെ പറഞ്ഞോ. അപ്പം ഞങ്ങൾക്കൊരു ബോളില്ല കളിക്കാൻ, അപ്പം ബോൾ വാങ്ങി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ, ഞാൻ സ്വീകരിച്ചു നിങ്ങളുടെ അപേക്ഷ. അപ്പം ഞാനത് എനിക്ക് ബോളിൻ്റെ ഇതിൻ്റെ ഇതൊന്നും അറിയില്ല, എന്നാലും ഞാൻ ഏകദേശം അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് പിന്നെ കൊണ്ടാവുന്ന വിധം ഒരു ബോൾ ഞാൻ വാങ്ങി അവർക്ക് കൊടുത്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജോലി വാഗ്ദാനം ചെയ്ത് ദളിത് യുവതിയെ പീഡിപ്പിച്ച കേസിൽ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രശോഭ് വത്സനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു.
2 ദിവസത്തേക്ക് മണ്ണാർക്കാട് SC/ST കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. ലോകകപ്പിന് ശേഷം പടിയിറങ്ങുന്ന മെസ്സിക്ക് കോങ്ങാട് അർജന്റീന ആരാധകരുടെ കൂറ്റൻ ഫ്ലക്സ്. 160 അടി നീളമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലക്സ് എന്ന മെസ്സി ആരാധകർ. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി കോങ്ങാട് നിന്നും യുവാവിനെ കഞ്ചാവുമായി പോലീസ് പിടികൂടി. പോലീസ് പിടിയിലായത് കോങ്ങാട് കല്ലുവെട്ട് കുഴി വീട്ടിൽ നാസറിന്റെ മകൻ ഷിബിൽ. കോട്ടായിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയെ അമ്പലക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടുമുടിപ്പടി രാമൻകുട്ടിയുടെ മകൻ 30 വയസ്സുള്ള സുരേഷാണ് മുങ്ങി മരിച്ചത്. ഭീതിയുടെ പ്രതീതി സമ്മാനിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും അപ്പാടെ വ്യത്യസ്തമായി സെമിത്തേരി ഒരുക്കി തൃശ്ശൂരിലെ ക്രൈസ്തവ ദേവാലയം. സ്ഥലപരിമിതിക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിൽ വല്ലക്കുണ്ട് സെന്റ് അൽഫോൺസ് ദേവാലയത്തിലാണ് 2 നില കെട്ടിടത്തിൽ സെൽ മോഡലിൽ കല്ലറകൾ ഒരുക്കിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.